നമ്മളൊക്കെ ഈ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല ജാഥകളിലും പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ നാഷണൽ ഹൈവേയുടെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെയുള്ള യാത്ര അത് ഒരു പ്രത്യേകതരം ജാഥ കൂടിയായിരുന്നു. ഓരോ സ്ട്രെച്ചിലും ഇറങ്ങി അവിടുത്തെ പരിശോധന, NHAI, PWD മറ്റ് സംവിധാനങ്ങളൊക്കെ വെച്ച് നടത്തിയ യാത്രകൾ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഇനിയും തുടരും. ഇനിയും അത്തരം യാത്രകൾ തുടർന്ന് പ്രശ്നങ്ങളിലെടുത്ത് ഇടപെടുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അതുപോലെ തന്നെ NHAIയും കേരള സർക്കാർ ഇതിലെടുത്തിട്ടുള്ള ടീം വർക്കിൻ്റെ എഫർട്ടിൻ്റെ ഇടപെടലിനെ കുറിച്ച് പ്രത്യേകം അഭിനന്ദിച്ചത്. ഇത് മറ്റൊരു പ്രത്യേകത, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിച്ചത് ഈ പദ്ധതിക്കാണ്. ഡോക്ടർ അരുൺ, നമ്മൾ ഇതുവരെ സംസാരിക്കുന്നത് 5580 കോടി 6000 കോടി ചെലവഴിച്ചു എന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ അതിൻ്റെ ഇരട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ച് ഒരു 12000 കോടി അതിൻ്റെ ഭാഗമായി, ഒരു 6000 കോടി വായ്പയായി വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായി വരുമ്പോൾ ഒരു 12000-ഓളം കോടി ഇതിൻ്റെ ഭാഗമായി ചെലവഴിക്കപ്പെട്ടു. പണം ചെലവഴിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഇതിൻ്റെ ഇടപെടൽ. ഇപ്പോൾ പണം ചെലവഴിക്കാതെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പല സംസ്ഥാനത്തും സർക്കാരുകളുടെ ഇടപെടൽ പോരാ എന്നുള്ള വിമർശനം ദേശീയപാത അതോറിറ്റിയൊക്കെ നടത്തുന്നൊരു ഘട്ടത്തിലാണ്. ഇതിലെ എല്ലാ നിലയിലും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഫണ്ട് ചെലവഴിക്കുക മാത്രമല്ല ഇതിൻ്റെ എല്ലാ പ്രവൃത്തിയിലും ഞങ്ങളെല്ലാവരും കൂടി ഇടപെടുന്നു.